പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറം പോത്തുകല്ലില് ഭർത്താവ് ഭാര്യയെ അടിച്ചു കൊന്നു. അപ്പൻകാപ്പ് നഗറിലെ നിഷയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മേലെ മുണ്ടേരി നീർപ്പുഴയുടെ സമീപത്താണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേർന്നു. ശാന്തകുമാർ, എന്താണ് അവിടെ സംഭവിച്ച കാര്യം? ഈ ഭാര്യയും ഭർത്താവുമാണ്. ഇവർ തമ്മിൽ വീട്ടിൽ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഭർത്താവിന് സുരേഷിന് ഭാര്യ നിഷയെ വലിയ സംശയമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിന്റെ പേരിലുണ്ടായ തർക്കവും അതാണ് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസും കരുതുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി നാട്ടുകാർ പ്രശ്നം നടന്നു പോകുമ്പോഴാണ് ഇതൊരു ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയപ്പെടുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു വാഴയുടെ ഇലയിലെല്ലാം ചുറ്റിക്കെട്ടിയ നിലയിൽ ഈ മൃതദേഹം കാണുന്നത്. ഏകദേശം 3-4 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. തുടർന്ന് ഈ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഭർത്താവ് ഈ സുരേഷ് ഉള്ളത്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ മാത്രമേ അത്തരം നടപടിയിലേക്ക് പോലീസും കടക്കുകയുള്ളൂ. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റും. എങ്ങനെയാണ് ഈ കൊല നടത്തിയതെന്നുള്ള തുടർന്നുള്ള കാര്യങ്ങളെല്ലാം അത്തരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മനസ്സിലാവൂ. എന്തായാലും ഈ ഭർത്താവിന് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 4 ദിവസത്തോളം പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിന്റെ ഒരു ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഇക്കാര്യം ഇപ്പോൾ തുടർ അന്വേഷണവും നടത്തുന്നത്. സേതു. ഓക്കെ, ശരി ശാന്തകുമാർ.